വാർത്തകൾ വിശദമായി. കാസർഗോഡ് കുമ്പടാജയിലെ പുഷ്പലത ഷെട്ടിയുടെ മരണം കൊലപാതകമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശ്വാസം മുട്ടിച്ചുള്ള മരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ശരീരത്തിലെ പരിക്കുകൾ പിടിവലിക്കിടെയുണ്ടായതെന്നും കണ്ടെത്തൽ. ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുമ്പടാജെ മൊവ്വാർ ആജിലയിലെ വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന വയോധികയുടെ മരണം കൊലപാതകമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൊവ്വാർ ആജിലയിലെ പരേതനായ വെങ്കപ്പ ഷെട്ടിയുടെ ഭാര്യ പുഷ്പലത വി ഷെട്ടിയെ വ്യാഴാഴ്ച രാവിലെയാണ് വീട്ടിനകത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ശ്വാസം മുട്ടിച്ചുള്ള മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ശരീരത്തിലുണ്ടായ പരിക്കുകൾ പിടിവലിക്കിടെ ഉണ്ടായതെന്നും കണ്ടെത്തൽ. മോഷണത്തിനിടയിലുള്ള കൃത്യമെന്ന നിഗമനത്തിലാണ് പോലീസ്. പുഷ്പലതയുടെ 4 പവൻ തൂക്കമുള്ള കരിമണി സ്വർണമാല നഷ്ടമായിരുന്നു. ബംഗളൂരുവിൽ താമസിക്കുന്ന സഹോദരി പുത്രിയാണ് മരണം സംബന്ധിച്ച് ബദിയടുക്ക പോലീസിൽ പരാതി നൽകിയത്. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ നിലത്ത് കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. പ്രാഥമിക പരിശോധനയിൽ കഴുത്ത് ഞെരുക്കിയതായി സംശയമുണ്ടായിരുന്നു. മുഖത്ത് കാണപ്പെട്ട മുറിവുകളും മരണത്തിൽ ദുരൂഹത ഉയർത്തി. മരണത്തിൽ സംശയമുണ്ടെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടതോടെയാണ് മൃതദേഹം പരിയാരത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത്. പുഷ്പലതയുടെ കഴുത്തിലുണ്ടായിരുന്ന 4 പവൻ തൂക്കമുള്ള കരിമണിമാല നഷ്ടപ്പെട്ടിരുന്നു. അതേസമയം 4ലേറെ സ്വർണവളകളും പണവും വീടിനകത്തെ അലമാരയിൽ ഉണ്ടായിരുന്നു. മരണത്തിനു പിന്നിൽ കവർച്ചക്കാരാണെങ്കിൽ അലമാരയിലെ സ്വർണവും പണവും എടുക്കുമായിരുന്നില്ലേ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. സംഭവത്തിനു പിന്നിൽ കവർച്ചക്കാരാണെന്ന് വരുത്തി തീർക്കാൻ ആസൂത്രിത ശ്രമം നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. പിൻവശത്തെ വാതിൽ തുറന്ന നിലയിലായിരുന്നു. പരിസര പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും സൈബർ സെല്ലിന്റെയും സഹായത്തോടെയാണ് അന്വേഷണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.